ഹലോ ഗൈസ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്ന ഒരു വീഡിയോ. എനിക്കിത് ആദ്യം കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ അവിഹിതം പിടിച്ചു. ഭർത്താവ് ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തിയെ ബഹളം വെക്കുന്നു, അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അപ്പോൾ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാൻ കേട്ടത്. ഒത്തിരി പേരുടെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. കാണാം. അനുഭവിച്ചോ? ചതിക്കാൻ നല്ല രസമല്ലായിരുന്നോ? അല്ലേ? നല്ല രസമല്ലായിരുന്നോ? രണ്ടും കൂടിയും അല്ലേ? എന്നെ ചതിച്ചിട്ട് റൂം എടുത്തിട്ട് ഓൻ്റെ അങ്ങനെ ഇമ്പി കൊടുക്കാൻ നല്ല രസമല്ലായിരുന്നോ? പറയടി. ആ കയ്യൊന്ന് കാണിക്കി ക്യാമറയിൽ കാണട്ടെ. അനുഭവിച്ചില്ല നന്നായിട്ട്. ഇനി മേലാൽ ഒരു മനുഷ്യന് ചതിക്കാൻ വെക്കരുത്. സ്നേഹിച്ചിട്ട് എന്താക്കരുത്, ചതിക്കരുത്. മനസ്സിലായി? ചതിച്ചാൽ എന്താവും ഇതുപോലെ ഇരുന്ന് പിന്നെ കരിയേണ്ടി വരും. ഓൻ വിളിച്ചിട്ട് കൊടുക്കണ്ട, ഓൻ എടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ പ്രശ്നമൊക്കെ മാറിയിട്ട് വീണ്ടും ഓനെ എന്നെ വെട്ടാൻ വേണ്ടിയിട്ട് എന്നെ കളിക്കാൻ വേണ്ടി വിളിക്കും. ഒന്ന് ആശ്വാസം നൽകും നിങ്ങൾക്ക് വാക്കുകളിലൂടെ. ഓക്കെ, പ്രശ്നം വരുമ്പോൾ മുങ്ങും. അത് കള്ളവടിയൊക്കെ അല്ല അത്തോളും. പിന്നെ അങ്ങനെ വെടി വെക്കാൻ കൊടുത്ത് അങ്ങനെ ജീവിക്കും. എനിക്ക് കുട്ടിയില്ലേ? എത്ര 2 മക്കളില്ലേ? അല്ലേ? ഒരു പെൺകുട്ടീൻ്റെ വാപ്പൻ്റെ അടുത്ത് ഒരു ആൺകുട്ടിയില്ലേ? ഒരു ആധാർ കാർഡ് പോലില്ലേന് അല്ലേ? വാപ്പയില്ല, അമ്മയില്ല അല്ലേ? ഒരു ആധാർ കാർഡ് പോലില്ലല്ലോ. ഈ ഇവിടെ കള്ളവടി വെച്ചിങ്ങാണ്ട് ജീവിക്കാം അല്ലേ? എന്നിട്ട് വാക്കുകൾ എനിക്കിൻ്റെ മോനാണ്. മോനിക്ക് വേണ്ടി എന്താ ചെയ്ത് മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറയടി, മോനിക്ക് വേണ്ടി എന്താണ് ചെയ്ത് മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറ, എന്റെ കുട്ടിക്ക് വേണ്ടി എന്താ ചെയ്ത്? ബാതൊന്ന് സംസാരിക്കടി. നല്ല തല്ലിട്ടില്ല അല്ലേ? തല്ലണ്ട തന്നെ ശരിക്കും കാണിച്ചതിന്. തല്ലണ്ടേ? തല്ലി കൊല്ലണ്ടിയല്ലേ കാണിച്ച്? ഇതിനെ ചതിച്ചതിന്റെ വീഡിയോ കണ്ടില്ലേ? എന്റെ മുഖഭാവം ഞാൻ കണ്ടില്ല എന്നെ ചതിക്കുമ്പോൾ. അല്ലേ? രണ്ടാളും കൂടി നിന്നിട്ടില്ലേ? ഇനി മേലാൽ ചെയ്യരുത്. ഇപ്പൊ എന്തായി? ഞാനില്ല. ഓനുണ്ടാവും. കള്ളവടി വെക്കുന്നവൻ എന്തായാലും ഉണ്ടാവും. ഓന് പോകുന്നില്ല. കള്ളവടി വെക്കാണ്. ഓൻ പോകൂല. മനസ്സിലായോ? ഓൻ എന്നെ വിട്ടു പോകില്ല. ഓൻ കള്ളവടി വെച്ചു കൊടുക്കും. ഒരു പ്രശ്നം വന്നാലോ എനിക്ക് എന്തെങ്കിലും കെടുപ്പിലായാലോ ഒന്നിനും ഉണ്ടാവില്ല. എനിക്ക് കള്ളവടി വെച്ചാൽ മതി. ഓക്കെ, അല്ലേ? അപ്പൊ കിട്ടേണ്ടി കിട്ടിയില്ലേ? സമാധാനമായില്ലേ? എല്ലാ ബന്ധം തീർന്നില്ലേ? എന്നിട്ടും എനിക്ക് പുതിയ ഫോൺ ഞാൻ വാങ്ങിച്ചെന്ന് എന്നെ സേഫായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സ്നേഹം എനിക്കുള്ളത് കൊണ്ടാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ചെയ്തേന് എനിക്കൊന്നും അത് ഈ നാളെ എനിക്ക് തോന്നും ഞാൻ പൊട്ടനാണ്. എനിക്ക് തോന്നും. ഓനിക്കിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? അവൻ്റെ വൈഫിനൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ കെട്ടിയും കിടന്നോട്ടെ അല്ല, കുട്ടി കൊണ്ട് ഓളെ കൂടെ കിടന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കെട്ടിയോളാണ് ഓനിക്കുള്ളത്. ഓളെ പണ്ട് കല്ലേ ഓളെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങനെ കിടന്നുറത്തിച്ച് ഇരിക്കുന്നുള്ള കാലം. ഓക്കെ, നിന്നെ ശല്യം ചെയ്യാനോ നിന്റെ ഭാഗത്തേക്കോ വരാൻ നിൽക്കരുത്. കേട്ടല്ലോ? പന്നതാ എനിക്ക് കിട്ടിയ ഞാൻ തിരിച്ചാൽ നിൽക്കണം. നന്നായിട്ട് തിരിച്ചാൽ നിൽക്കണം. നീ എൻ്റെ വഴിക്ക് പോവാം. ഓക്കെ. ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നീ എത്ര പ്രാവശ്യം അവൻ്റെ കൂടെ കിടന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. എന്താ കഥയെന്ന് അറിയത്തില്ല. 2 കുട്ടികളുണ്ടെന്ന് പറയുന്നു. കുട്ടികളെ കാര്യം പറയുന്നില്ല, അറിയാൻ വയ്യ. ഇവർ പോയത് വേറൊരുത്തനുമായിട്ടാണ്. അവന് ഭാര്യയുണ്ട്. ഭാര്യയോട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്കതിൽ പ്രശ്നമില്ലെന്ന് പറയുന്നു. മൊത്തത്തിലൊരു അരാജകത്വം നിറഞ്ഞ ഒരു ഫോം അതാ മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ പറയുന്ന പ്രസ്തുത പെൺകുട്ടിക്ക് ആദ്യം ഭർത്താവുണ്ട്, അതിൽ 2 കുട്ടികളുണ്ട്. കുട്ടികൾ അപ്പൻ്റെ കൂടെയാണ്. ഒരു കുട്ടി അപ്പൻ്റെ കൂടെയാണ്, ഒരു കുട്ടി എവിടെയാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു. ഈ പറയുന്ന വ്യക്തി 100% ഇവളുടെ ഒരു സെറ്റപ്പാണ്. ഹസ്ബൻഡാണോ സെക്കൻഡ് ഹസ്ബൻഡാണോ ഒന്നും അറിയത്തില്ല. ചതിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടെ ഉണ്ട്. അയാൾക്കും ഒരു ഭാര്യയുണ്ട്. ഇതേത് ലോകം, ഇതേത് യൂണിവേഴ്സ് എന്നറിയാൻ വയ്യ. എന്നാലും അല്ല, ഇതൊക്കെ ഇത്രയ്ക്ക് ആഷ്വലായിട്ട് വന്ന് പബ്ലിക്കിൽ പറയുന്നു. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മുമ്പ് ഉള്ള സർക്കാർ ആ സമയത്ത് സ്വമേധയാ കേസെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ട്. വനിതാ കമ്മീഷൻ വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ എണ്ണം അവിടെ ഇരിക്കുന്നത് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പേരെടുത്തു വെച്ച് ഇത് ചെയ്തിട്ടും യാതൊരു രീതിയിലുള്ള റെസ്പോണ്ടും ഉണ്ടായിട്ടില്ല. യാതൊരു രീതിയിലുള്ള അന്വേഷണവും ഉണ്ടായിട്ടില്ല. ആ കുട്ടിയുടെ കൈ മുഴുക്ക മുറിഞ്ഞിരിക്കുന്നു. തല്ലിയതാണ്. എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇപ്പം നമ്മളൊരാളെ ചതിക്കുന്നു. ഇപ്പം നിരന്തരം നടക്കുന്ന ഒരു സംഭവമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചതിക്കുന്നു. ചതിച്ചു കഴിഞ്ഞാൽ അയാളെ അങ്ങോട്ട് കൊല്ലുക അല്ലെങ്കിൽ അവളെ കൊല്ലുക, ഇങ്ങനൊരു ഇതുണ്ടല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ജനറലൈസ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമില്ല, അയാൾ ചതിച്ചു എന്ന് ബോധ്യപ്പെട്ടു, കളയുക, വിട്ട് നമ്മുടെ പാട് നോക്കുക. നമ്മൾ 100% ഡെഡിക്കേറ്റഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നിരാശ ഉണ്ടാകും, അതൊക്കെ വാസ്തവം. പക്ഷെ അയാളെ കൊല്ലാനും മാത്രമുള്ള അധികാരം നിങ്ങൾക്കാരും തരുന്നില്ല എന്നുള്ളതാണ്. തല്ലാനുമില്ല. ഈ പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഫിസിക്കലി ചലഞ്ചഡ് എന്നാ മെൻ്റലി ചലഞ്ചഡ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തോ സംതിങ് റോങ് ആണ്. നമ്മളിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ ഒരു 4 ഇടന്ന് തകർക്കുന്ന കണ്ടിട്ടില്ലേ? എന്തൊക്കെയോ ഭയങ്കര ഇരവാദവും കൊണ്ടുവരുന്നുണ്ട്. മകള് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ ഇങ്ങനെ കണ്ടവന്മാരോടെ നിരങ്ങി നടക്കുമ്പോൾ
ഇവർക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം മനസ്സിലാവത്തില്ല. നമുക്കിങ്ങനെ ആഗ്രഹങ്ങൾ വരും, അല്ലെങ്കിൽ അതുപോലുള്ള ടൈമൊക്കെ നമുക്ക് പലതും പല കോലങ്ങളും ഒക്കെ ചെയ്യണമെന്ന് തോന്നും. നമ്മളെന്താ ഇവിടെ കൺട്രോൾ ചെയ്യണേ? എന്തുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് അതുപോലെ ഒന്നും ചിന്തിക്കുക? നമ്മുടെ സംസ്കാരം അതാണ്, നമ്മുടെ വ്യക്തിത്വം അതാണ്. എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയും പേര് തമ്മിൽ ഇങ്ങനെ ചെയ്തു. അങ്ങനെ അപ്പം മുമ്പൊക്കെ ഇതിനൊരു ഇതുണ്ടായിരുന്നു. സാധാരണ നടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പോയി കുളിച്ചിട്ട് എഴുന്നേറ്റ് പോയെന്ന്. നമ്മുടെ പെർമിഷൻ ഇല്ല നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആ ഒരു പാതിവിത്രിയ ശീലാദി അത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികൾ കയറി ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് ലൈറ്റനായിട്ട് പറയുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ പെണ്ണുങ്ങളും ഇതിങ്ങനെ തുടരുക എന്ന് പറഞ്ഞാൽ ആരോടെയും പോയി കിടക്കുക, കുളിച്ചിട്ട് ഇനി വന്നാൽ മതി എന്നൊരു ഇതിലേക്ക് വരുന്നത് മനസ്സിലാവുന്നില്ല. 1 കെട്ടി 2 കെട്ടി 3 കെട്ടി ഒരു സ്ഥിതി അവസ്ഥയൊക്കെ ഓക്കെ, നമുക്കത് എഗ്രി ചെയ്യാൻ പറ്റും. ഇതിപ്പം 3 പേര്, അതും 3 പേരെ നന്നായി ചീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യ ഭർത്താവ് കളഞ്ഞു, 2 കുട്ടികൾ അവനിലുണ്ടായി, അവനവിടെ ഉണ്ട്. അപ്പോഴാണ് മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നത്. അവൻ്റെ കൂടെ താമസിക്കാൻ ഫോണൊക്കെ വാങ്ങി കൊടുത്തു എന്ന് പറയണു, അവൻ ഒത്തിരി കെയർ ചെയ്തു എന്ന് പറയും, അവൻ തന്നെ അവകാശപ്പെടുന്നു. എന്നിട്ടാണ് പിന്നെ ഈ അടുത്ത കുസൃതി കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആരുടെ ഭാഗത്ത് ന്യായം തെറ്റ് എന്ന് പറയാനൊന്നും ഞാൻ വന്നതല്ല, പക്ഷെ ഇത് കൺഫ്യൂഷൻ കൊണ്ട് പറയുന്നതാണ്. അതിൻ്റെ കൈ മുഴുക്ക പൊട്ടിയിരിക്കുന്നു, നല്ല അടി കൊണ്ടിരിക്കുന്നു, അനങ്ങാൻ പറ്റാത്ത കണക്ക് ഇരിക്കുന്നു. എത്ര ദിവസത്തേക്കെന്ന് അറിയത്തില്ല. ഒത്തിരി പേര് ഇങ്ങനെ തന്നെയാണ് തല്ലി കൊള്ളുന്നത്. നമ്മൾ തല്ലാൻ അവർക്ക് അധികാരമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അവൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ, നിനക്ക് തല്ലുകൊള്ളേണ്ട കാര്യമല്ലേ നീ ചെയ്തതെന്ന്. ഇവനാരാ തല്ലാനും ശിക്ഷിക്കാനും? ആരോ ആകട്ടെ, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇത്. പോലീസിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുകയും ഈ പെൺകുട്ടിക്ക് വേണ്ട സെക്യൂരിറ്റി ഏർപ്പാടാക്കുകയാണ് വേണ്ടത്. ഇനി ഇതിനങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇവരെല്ലാവരും പല രീതിയിൽ ഉപയോഗിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ട്രബിളാണെങ്കിൽ ഇവിടെ റെസ്ക്യൂ ഹോംസ് ഇല്ലേ, അവിടെ കൊണ്ടാക്കണം. എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ ഉള്ള കുറേ സ്ഥാപനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്? റെസ്ക്യൂ ഹോം ഉണ്ട്, WCA ഉണ്ട്, വനിതാ കമ്മീഷൻ ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ഇവർക്ക് ശമ്പളം വാങ്ങിച്ച് അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇത് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? ആരെങ്കിലുമൊക്കെ പരാതി കൊടുക്കണോ? എന്താ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ. കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. പെണ്ണാണ്, ഞാൻ ആണാണ്, 2 വ്യത്യാസമുണ്ട്. നാളെ എനിക്ക് കാരണം എല്ലാ തെറ്റും ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ച് കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ച് കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ജോൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചിട്ട് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം പറയടി. പാലക്കാടാണ് വർക്ക്. ഈ 3 വർഷം ഭർത്താവ് തലേദിവസം തൃശ്ശൂർ പോയിരുന്നു. അത് ആര് റൂമാണോ ലോഡ്ജായിരുന്നു? അത് ബസ്സിൻ്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അത് ആര്? ഇത് നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തട്ട ഉറപ്പിക്കാൻ പറയിപ്പിക്കും. നോക്കിയൊന്നും കാര്യമില്ല, ഇത് ചെയ്ത് തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ വല്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ഓനിക്ക് അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തിന് അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഞാൻ എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഞാൻ അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ, ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ മോനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ ഇല്ലേ? പറ കുട്ടിയാ, ഉണ്ടായിരുന്നോ? ഇവർക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത്. അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഹർത്താൽ കഴിച്ചില്ലല്ലോ. അപ്പോൾ ആരുമില്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ചോക്ക് എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറഞ്ഞു, ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കി. എന്തോ നെഗറ്റീവ് ഉണ്ട്, ഞാൻ റൂം റെഡിയാക്കണ്ടായിരുന്നു. ഞാൻ ഓള് റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കണം. റൂം റെഡിയാക്കി എന്റെ ചെല്ലിൽ നിൽക്കും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓടെ കൂടെ പോകും ചെയ്യും. അല്ലേ? അതിനെ കൊണ്ട് തന്നെ മാറ്റി നിർത്തി. ഓൾ എവിടെയൊക്കെ പോകണം നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണ ആയിരിക്കും, പക്ഷെ ഓള് നേരെ തൃശ്ശൂർ പോയി. അതിന്റെ 2 ദിവസം മുമ്പ് ഓള് ലോഡ്ജിൽ നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണ ആയിരുന്നോ? ഓക്കെ ഓക്കെ. എന്നാ അഞ്ചില്ല, അഞ്ച് പറഞ്ഞോ. എവിടെ? ആ പിന്നെ നാളെ ഉള്ളത് അതിന്റെ ടൈമും കാര്യങ്ങളും ഇന്ന് ഇറങ്ങുന്ന ടൈം ആവാൻ പറ്റും. കണ്ടു കവറാണ് ബുക്ക് വെച്ചിട്ടില്ലേ, മക്കളൊക്കെ മൊത്തം വണ്ടിയില്ല. അതിൽ എഴുതി വെക്കണം. ഓടിച്ച് പറഞ്ഞാലും മേഡം നമുക്ക് പോകുമെന്ന് പറഞ്ഞത് എഴുതി വെച്ചിട്ട് പഠിക്കുകയോ ചോദിക്കും. എഴുതി വെച്ചോട്ടോ, ഓളെ അവിടെ ഇറക്കി വിടും. ഫോണിൻ്റെ അടുത്തേക്ക് ടൈം പറയും. 1 മണിക്കൂർ കൊണ്ട് എന്താക്കി എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാണെങ്കിൽ എടുത്തോ. ഞാൻ ഒന്നില്ലേ കാർ നോക്കിയേ 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് വരും. ഓക്കെ.
അല്ല എനിക്ക് പൈസ കിട്ടാൻ തന്നെ വിടൂല മോളെ. അത് നിന്റെ ബാപ്പ എൻ്റെ അമ്മ പറഞ്ഞാലും ഞാൻ പൈസ കിട്ടാൻ ഞാൻ വിടൂല. എന്നെ തല്ലാനെ കൊല്ലാൻ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അത് കേട്ടല്ലോ. ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ കാക്ക ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. അവൻ കൃത്യമായിട്ട് ആ പെണ്ണെ അടിക്കുന്നുണ്ട്. അതാണ് അവൻ പറയണത്. എന്തോ പൈസ ഇടപാടൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് ശരിക്കും അന്വേഷിക്കുകയാണ് വേണ്ടത്. ആരുടെ ഭാഗത്തോ തെറ്റാവട്ടെ, ആ പെങ്കൊച്ചിനെ ഇട്ട് അടിക്കുന്നു എന്ന് കേൾക്കുന്നത് ഒരു മോശപ്പെട്ട പരിപാടിയാണ്. അവനുമായിട്ട് ഈ ഇടപാട് ഇഷ്ടമില്ല, അവന് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടിട്ട് പോട്ടെ. അതിനെ തല്ലേണ്ട കാര്യം എന്താ? എനിക്കത് ഇതുവരെയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്താ മനസ്സിലാകുന്നില്ല. ഞാൻ താണ്ട എനിക്കൊരു പ്രശ്നമില്ല, ഓക്കെ കൊടുക്കണമെങ്കിൽ തല്ലാണ്. എനിക്കെന്താ ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എന്താ കാട്ടിക്കാം. ഓക്കെ എൻ്റെ ആരെയും ഞാൻ എന്നെ കള്ളവടി വെക്കാൻ പറ്റുന്നോ? എൻ്റെ ആരെയും ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടുകൊടുക്കുന്നത് എൻ്റെ ആരെയും ഞാൻ. അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്കെന്നാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനം ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം. എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായി പോകും, ഫസലിൻ്റെ ഇടയിലും പൊട്ടനായി പോകും. ഇനി ഓന് തീറ്റി പോട്ടെ തന്നെ ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കും. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കും, അതൊക്കെ നോക്കടി. ഇതിലും പറഞ്ഞതല്ലേ. ആ ആ ആ പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം ഓക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറെ ഒരു പെണ്ണിലൂടെ. പക്ഷെ ആ ചിലപ്പോൾ അതായിരിക്കാം. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാക്കെന്തായാലും വീട്ടിലത് കാണിക്കാൻ നിൽക്കില്ല. പറഞ്ഞു ഓന്റെ വൈഫ് ഇങ്ങനെയാണ് സംസാരിച്ചത്. പക്ഷെ അതല്ല, ഈ പാത്തൂന്ന് അടിച്ച ഇത് ആയതാണ് ലതീഷ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിന്റെ നമ്പറാണോ? അതെനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണ്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ അതൊരു ക്ലാരിറ്റി വെക്കണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? ഓക്കെ, പെരുന്തൽമണ്ണ കുറേ കോൺടാക്റ്റുകളാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഇനി ഫസലിന്റെ വാപ്പൊക്കെ കഴിച്ചു കൊടുത്തിട്ട് ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിന്റെ പുതിയ നമ്പറാ? ഓരോ വൈഫിന് അറിയും നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തുള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലേ അത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്തത്? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ എടുത്ത് കാണിച്ചോണ്ടാ. എവിടെ നമ്പർ എവിടെ? നമ്മൾ പിന്നെ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എൻ്റെ കോൺടാക്റ്റിൽ ഒന്ന് പോകും പാത്തൂന്ന്. എൻ്റെ കോൺടാക്ട് എടുക്കുക, ഒഴിവാക്ക് കോൺടാക്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിമുട്ടുള്ളവരാണ്. പാത്തുപടി PA അതാണ്. അതിന് താഴത്ത് വാട്സപ്പ് നിൽക്ക്. നമ്പർ കണ്ടില്ല? 226. ഓക്കെ, വാട്സപ്പ് നിൽക്ക്. വാട്സപ്പ് നിൽക്കാൻ പറയുമ്പോൾ കോളല്ല, കട്ടാക്കി വാട്സാപ്പ്. ഏതായാലും വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ് നടക്കുന്നത്. എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ കണ്ട കാര്യം പറഞ്ഞു എന്നതിനപ്പുറം ഒന്നുമില്ല. എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര ശക്തമാണ് നിയമം. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമാണ്. പക്ഷേ ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രവണതയുണ്ട്. പെണ്ണുങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് രീതിയിൽ വേണമെങ്കിലും അവഹേളിക്കാം, നോ പ്രോബ്ലം. അത് ഇവിടുത്തെ എന്താ പറയണേ, സൈബർ സെല്ലിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. സൈബർ സെല്ല് കൃത്യമായി ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ഈ വൃത്തികെട്ട അവഹേളനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെയല്ല ഡീല് ചെയ്യുക. അവർ കേസുമായിട്ട് മുൻപോട്ട് പോകണം. പോലീസ് സ്റ്റേഷനൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അവിടെ പോയാലും ഇത് പരിഹരിക്കേണ്ടത്. അല്ലാതെ അവളെ കൊണ്ടുവന്നിരുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളെ മൊബൈൽ പിടിച്ചു വാങ്ങി ഇമാതിരിയൊക്കെ ചെയ്യുമ്പോൾ ഇത് വലിയ ക്രൈമാണ് ചെയ്യുന്നത്. ശരിയായിരിക്കാം, അവർ മറ്റൊരു രീതിയിൽ പോകുന്നുണ്ടാവാം. ഇവൻ്റെ കൂടെ ഏതെങ്കിലും പെണ്ണ് ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കമൻസ് മുഴുക്കം നോക്കിയപ്പോൾ കമൻസിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇവൻ ഒറിജിനൽ ഭർത്താവല്ല, ആദ്യത്തെ ഭർത്താവല്ല, രണ്ടാമത്തെ ഭർത്താവാണ്. അതിൻ്റെ പിന്നെ ഇവനെയും വിട്ട് അവളും വേറെ വിവാഹമോ അല്ലെങ്കിൽ മറ്റൊരാൾക്കൊപ്പം പോകുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ ആയിരിക്കത്തില്ലേ? എന്ത് തന്നെയായിരുന്നല്ല, ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല അതിനകത്ത്. പക്ഷേ സംതിങ് റോങ്. ആ പെൺകുട്ടിയുടെ ജീവൻ നല്ല അപകടത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ദയവ് ചെയ്തത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അധികാരികളുടെ കയ്യിലേക്ക് എത്തട്ടെ. അതിനുശേഷം ലെറ്റ് ദം ഡിസൈഡ്. അല്ലാതെ ഇതെന്താണത്? ആ പെൺകുച്ചിനെ വിളിച്ചെത്തി അതിങ്ങോട്ടേക്ക് അതങ്ങോട്ടേക്ക് അതങ്ങോട്ട് അത് പേടിച്ചെല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് എന്തോ മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിന് കറക്റ്റായിട്ട് ഇത് എതിർക്കാൻ കൂടെ അറിയാത്ത ഒരു പെണ്ണാണെന്ന് തോന്നുന്നു. എതിർക്കാൻ എന്ത് വോയിസ് ഇല്ല. ഇതിനൊക്കെ കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കണു എന്നുള്ളതാണ് കഷ്ടം. കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാൻ. ഭർത്താവ് സെക്യൂറായിട്ട് മോനെ കൊണ്ടുപോയി മോളെ കൊണ്ടുപോയി എന്ന് പറയുന്നു.
ഒരു മകനുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ പറയണതേ ഉള്ളൂ, എന്താണ് വസ്തുത എന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ പറ്റി എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. അറിയാനുള്ള കൗതുകം കൊണ്ടാണ്, അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ, ഈ ലിങ്ക് ഞാൻ എടുത്തപ്പം വേറൊരു ചാനലാണിത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇയാളല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഒരു പോർഷൻ കഴിഞ്ഞ് ഇതിനകത്ത് നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് എത്തുകയും അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും പറ്റും, ആരാണ് എന്താണ് എന്നുള്ളത് അറിയാനും പറ്റും. സോ എന്താണെന്ന് അറിയത്തില്ല, കണ്ടപ്പോൾ ഞാനിതൊന്ന് എൻ്റെതായ ഭാഗത്ത് നിന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതാണ്. മാത്രമല്ല ഈ വനിതാ കമ്മീഷൻ പിരുത്ത് വിടുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ സ്വമേധയാ കേസെടുക്കേണ്ടത്. അവളെ തല്ലി എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇരുന്നുകൊണ്ട് ഇത് പറയണ്, വെണ്ണ ഇരുന്നുകൊണ്ട് അവളെ മോശം പറയണ്. ഈ നാട്ടിൽ നിയമവ്യവസ്ഥയാണ് വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. പ്രിവിലേജിലാണ് സ്ത്രീകൾ. അവരെ ഉപദ്രവിക്കാനോ തെറി പറയാനോ ഒന്നും പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കർശനമായി ജാമ്യമില്ലാത്ത വകുപ്പിനാണ് അകത്താക്കേണ്ടത്. നീ പിന്നെ ഇതാക്കിയാൽ ഞാൻ വീണ്ടും പറയൂ എന്നൊക്കെ പറയണത് ഒരുതരം അഹങ്കാരമാണ്. അഹങ്കാരത്തിനാണ് സത്യം പറഞ്ഞാൽ മുற்றுപുള്ളി ഇടേണ്ടത്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.